ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രോൺ ഡ്രോപ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈറ്റിലും തമ്പനെയിലൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് വിഷയം എന്താണെന്ന് മനസ്സിലായി കാണും. വീഡിയോ കാണുന്നവരും മിക്കവാറും യൂട്യൂബേഴ്സ് ആവും. അവിടെ യൂട്യൂബ് ചാനൽ എങ്ങനെ വ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു ചെറിയ ട്രിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂട്യൂബേഴ്സായ സുഹൃത്തുക്കൾക്ക് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന അടിയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് 3 ഓപ്ഷനിൽ ആൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നാം PC മുഖേനയാണ് വ്യൂസ് വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മൊബൈൽ ഫോൺ PC പോലെ ഉപയോഗിക്കാം എന്നൊരു ചെറിയൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകാം, അതുപോലെ തന്നെ ഐക്കാർഡിൽ നൽകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ മുഖേന നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഞാൻ ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പം ക്രോം ബ്രൗസർ മുഖേന യൂട്യൂബ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മുകളിൽ ചാനൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മൂന്നാമത്തെ ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് വീഡിയോ, പ്ലേലിസ്റ്റ്, കമൻസ്, അനലിസ്റ്റ്, സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതിൽ വീഡിയോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് മുഴുവനായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരു വീഡിയോ നമ്മൾ എടുക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ എടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാം ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം. ആ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തുറന്ന് കാണിക്കും. അതായത് അതിൻ്റെ ടൈറ്റിൽ, ടാഗ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് കാണിക്കും കാർഡ്സ്. ആ കാർഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാർഡ്സിൽ ഒരു വീഡിയോക്ക് 3 കാർഡ്സാണ് നൽകാൻ കഴിയുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് നൽകാം, വീഡിയോസ് നൽകാം, പിന്നെ ചാനലിൽ ലിങ്കൊക്കെ നൽകട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നൽകാം. 3 എണ്ണം എന്തും നമുക്ക് നൽകാം. അപ്പോൾ നമ്മൾ ഞെക്കിയപ്പോൾ കണ്ടു ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിച്ച് വരാൻ പറ്റൂല, അത് നാളെ ആയിക്കോളും. അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മുമ്പേ ഈ ഒരു വീഡിയോക്ക് ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ടാഗുകൾ നമുക്കൊരു വീഡിയോക്ക് നൽകാം. അതിനുശേഷം സേവ് എന്നൊരു ബട്ടൺ ഇവിടെ കാണിക്കുമ്പോൾ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് യൂട്യൂബേഴ്സായ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ യൂട്യൂബേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്രദമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ തീർച്ചയായും ഷെയർ ചെയ്യാൻ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിയിലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ
ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് ആണ്. അപ്പോൾ ഇത്തരം നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മി മിൻഹാജ് സൈൻ ഔട്ട്.